ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും സോജസ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ സ്വാഗതം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ജില്ലകൾ കാണുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എനിക്കറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഏതൊക്കെ ജില്ല വരെ എൻ്റെ കാണുന്നുണ്ട്. ചിലപ്പം പുറത്തോട്ടോ ചിലപ്പോൾ ഖത്തർ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ. ഞാൻ ഇടയ്ക്ക് ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്നെ സബ്സ്ക്രൈബർ ഡെയിലി കാണുന്ന ആരൊക്കെ ആണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടാണ്. എന്തിനാണ് നിങ്ങൾ ആഫ്രിക്കയിൽ അവിടെ ബ്രീഡിംഗ് പെയർ എടുക്കുന്നത്? കുറേ ആൾക്കാർ ഇന്നും കൂടെ ചോദിച്ചോളൂ, ബ്രോ എനിക്ക് ബ്രീഡിംഗ് പെയർ എടുക്കണം, ഞാൻ ഒരു തുടക്കക്കാരാണ് എന്ന രീതിയിൽ. അപ്പം തുടക്കക്കാർ എപ്പോഴും സെറ്റ് ചെയ്യുമ്പം ഞാൻ കുറേ ആൾക്കാരോട് ബ്രീഡർമാരോട് സംസാരിച്ച്, ഇപ്പം എന്നെക്കാട്ടിൽ അറിവുള്ള ആൾക്കാരുണ്ട്, അവരോട് സംസാരിച്ച ശേഷം ആ ഒരു ഐഡിയയിൽ പറയാണ്. എന്നുവെച്ചാൽ അതാണ് കറക്റ്റ്, സത്യം ആണിത്. എല്ലാവരും ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ എടുക്കും. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞ് പറ്റിച്ചു കൊടുക്കും. തുടക്കാരെ പറ്റിച്ചെടുക്കാൻ എളുപ്പമാണ്. അവർക്ക് കിളിയുടെ പേരറിയത്തില്ലല്ലോ, കിളി എന്താണെന്ന് അറിയത്തില്ല. ശരി, നമ്മൾ ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പെയറാണ്, DNA കാർഡ് എന്ന് പറഞ്ഞാൽ DNA കാർഡുള്ള പെയറാണ്. കൊണ്ടുപോകും, ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞ് കൊണ്ടിടും. അത് കഴിഞ്ഞ് ബ്രീഡാവുന്നില്ല, അക്വർ ഷോപ്പിൽ കൊടുക്കും. അടുത്ത വീണ്ടും ബ്രീഡിംഗ് പെയർ വാങ്ങിക്കും, കൊണ്ടുപോകും, അക്വർ ഷോപ്പിൽ കൊടുക്കും. ഇതാണ് ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഈ ബേഡ് വെറുത്ത് ഈ ബേഡ് വെറുത്ത് ഞാൻ വളർത്തുന്നില്ല എന്ന് പറഞ്ഞ് ഇഷ്ടമായ ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ അടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്നെ ഒരാൾ ബ്രീഡിംഗ് പെയർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തന്നു. ചിലപ്പോൾ അവ മുട്ട മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞ് വിരിച്ചതിന് ശേഷം തന്നായിരിക്കും, അവ എന്നെ പറ്റിച്ചായിരിക്കും എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. നിങ്ങൾ എന്തിനാണ് ബ്രീഡിംഗ് പെയർ എടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറയേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ഇറക്കും. നമുക്ക് ആ കുഞ്ഞുങ്ങളെ വിറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. കുഞ്ഞുങ്ങളെ കാര്യങ്ങളെ വിറ്റ് നമുക്ക് അതിന് പൈസ ഉണ്ടാക്കാം. നല്ല രീതി ഇപ്പം 5000 രൂപയ്ക്ക് ഒരു ബ്രീഡിംഗ് പെയർ വാങ്ങിച്ചെന്ന് വിചാരിച്ചോ. അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലച്ച് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ബ്രീഡിംഗ് പെയർ വാങ്ങിക്കും. അല്ലാതെ നമ്മൾ ഒരു സ്നേഹിക്കുക ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു ബ്രീഡിംഗ് പെയർ വാങ്ങിച്ചാൽ ആ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞൊക്കെയാണ് ബ്രീഡിംഗ് പെയറൊക്കെ വാങ്ങിക്കുന്നത്. ഓക്കെ, മെയിൽ ഫീമെയിലൊക്കെ കൺഫേം ആണല്ലോ, അഡൽറ്റൊക്കെ ആണല്ലോ എന്നൊക്കെ രീതിയിലാണ്. അപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ഞാൻ പറയുന്നത്. ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഫസ്റ്റ് കാലങ്ങളിൽ കുറേ കാലങ്ങളിൽ ഞാൻ ചെയ്തു വന്ന മണ്ടത്തരമാണ്. ബ്രീഡിംഗ് പെയർ എന്ന് വാങ്ങിക്കും, മെയിലും ഫീമെയിലും ശരിയാണ്, നമുക്ക് ബോൺ ചെക്ക് ചെയ്യാൻ അറിഞ്ഞിടാ. എങ്കിലും നമ്മൾ ചുമ്മാ എല്ലാ യൂട്യൂബിൽ കാണുന്ന പോലെ ബോൺ ചെക്ക് അടുത്തടുത്തിരിക്കുന്നുണ്ട്, അകന്നിരിപ്പുണ്ട്, കൊണ്ടിടും. ഒരു വർഷമായി, 5 മാസമായി, 6 മാസമായി, ബ്രീഡാവുന്നില്ല. എന്ത് പറ്റി? അയ്യോ ഇത് ആരോ അതിനെ പറ്റിച്ചു എന്ന് പറയും. അപ്പം എൻ്റെ റീസണലായിട്ട് ഞാൻ ഇപ്പോൾ ഇടക്കാലങ്ങളിൽ ഇത്രയും വർഷത്തെ അനുഭവങ്ങളുള്ളത് കൊണ്ടും ഞാൻ ഒരാളടുത്ത് പോയി ബ്രീഡിംഗ് പെയർ വാങ്ങിച്ചു. ഓക്കെ, ബ്രീഡിംഗ് പെയർ വാങ്ങിച്ചതിന് ശേഷം അവിടെ 5 കുഞ്ഞുങ്ങൾ ഇറക്കി തന്ന ഒരു പെയറാണ്. ആ പെയറിൻ്റെ പേര് ലൂട്നോ ഫിഷർ സ്പ്ലിറ്റാണ്. നിങ്ങൾക്ക് പേരെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയല്ലോ ഒരു 2 മഞ്ഞക്കിളികൾ എന്ന് മാത്രം പറഞ്ഞുതരാം. ചുണ്ട് ചുവപ്പുള്ള 2 മഞ്ഞക്കിളിയായിരിക്കും, കണ്ണ് റിങ് ഉണ്ട്, അതാണ് ഫിഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള 2 മഞ്ഞക്കിളിയെ ഞാൻ വാങ്ങിച്ചു. അപ്പം എല്ലാവർക്കും ക്ലിയർ പേരെന്നുണ്ടാ, തുറക്കാരാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2 മഞ്ഞക്കിളിയെ വാങ്ങിച്ചു. 2 മഞ്ഞക്കിളിയെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു. ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ബ്രീഡിംഗ് പെയർ വാങ്ങിക്കുന്നതിന് ഒന്നാമത്തെ റീസൺ എന്നാണ് നമ്മൾ ഡയറക്റ്റ് ഒരാൾ പോയി കണ്ട് വാങ്ങിച്ചൊരു ബേഡ്. അപ്പം ഞാൻ പോയി കണ്ട് വാങ്ങിച്ച് വേറെ ബേഡിന് അസുഖമൊന്നുമില്ല. അപ്പം എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള വീടാണ്, ഏകദേശം ഒരു 100 മീറ്റർ അകലെയുള്ള വീടാണ്. അവിടെ നിന്ന് പോയി വാങ്ങിച്ചു, ഒരു കുഴപ്പമില്ല. കൺഫേം ബ്രീഡിംഗ് പെയർ, വേറെ അസുഖ കാര്യങ്ങളല്ല. അവർ ഏരിയയിൽ ഒരു കുഴപ്പമില്ല, 100% എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ആ ബേഡ് ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ബേഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതേമാതിരി ഞാൻ ബേഡ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ സ്വന്തം ചേട്ടനാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എൻ്റെ സ്വന്തം ചേട്ടൻ്റെയും പേരിലാണ് തുടങ്ങിയത്. അപ്പോൾ അയാളാണ് എൻ്റെ ഗുരു, ഫസ്റ്റ് ഗുരു. അപ്പം അയാളെ ഞാൻ ബ്രീഡിംഗ് പെയർ വാങ്ങിച്ചു, നല്ല രീതിയിൽ ബ്രീഡായി. അതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് വരെ ആ ഒരു ബേഡുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു 2 ബേഡിൻ്റെ സ്നേഹം. അപ്പം ഞാൻ 2 ബേഡ് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ഒരു പച്ചക്കിളി എന്ന് വെച്ചാൽ ഗ്രീൻ ഫിഷർ ആയിരിക്കും, മെയിലും ഫീമെയിലും പച്ചക്കിളി. അത് കഴിഞ്ഞ് പീച്ച്, കണ്ണ് റിങ് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്, അതിലും പച്ചക്കിളി. ഓക്കെ, ഈ 2 പച്ചക്കിളികൾ ആദ്യമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ പച്ചക്കിളികൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്കാരെ ഇറക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഇഷ്ടത്തിന് പുറത്ത് ആഫ്രിക്കയിൽ ഇവിടെ എന്താണെന്നും ഫുഡ് എങ്ങനെയാണെന്നും എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇറക്കുന്നതെന്നും അറിയാമെന്നുള്ളത്. അങ്ങനെ ഇപ്പോഴും ആ ഒരു പീച്ച് എന്ന് വെച്ചാൽ കണ്ണ് റിങ്ങില്ലാത്ത ഒരു പീച്ചിൽ ഒരു പേര് ഞാൻ ഇട്ടിട്ടുണ്ട്. മറ്റേതിന് ചെറിയൊരു പണി കിട്ടി. വേറെ ഒന്നല്ല, അതിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാബിറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നു. അത് പറഞ്ഞുതരാം, അതിൻ്റെ കാശ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഒരു 2 മഞ്ഞക്കിളിയെ വാങ്ങിച്ചിട്ടുണ്ട്, ഇപ്പോഴായിട്ട് വാങ്ങിച്ചതാണ്.
മഞ്ഞക്കിളിയെ വാങ്ങിച്ചപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ഭയങ്കര പേടി എന്ന് പറയുമ്പം ഞാൻ ഈ ഒരു ഡോറ് തുറന്ന് വരുമ്പോഴത്തേക്കും അവരെന്നെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് പോകും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം വരും. കാരണം ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ബേഡ് എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു എന്ന് ഇഷ്ടമായ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവമാണ്. അപ്പം അങ്ങനെ പേടിച്ച് പറക്കും എന്ന് പറയുമ്പം നമ്മൾ ഒരു മെയിൽ ഫീമെയിൽ നമുക്കൊരു അച്ഛനും അമ്മയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഈ ആൾക്കാർ കാണുന്നവരറിയാൻ പറ്റും. ഇപ്പം നമ്മൾ കൊച്ചു കുട്ടികളാണ് കാണുന്നവർക്ക്, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു മുതിർന്നവർ ഇപ്പം എന്നെ പോലത്തെ ഒരു അത്യാവശ്യം ഒരു പ്രായത്തിലുള്ള ഒരാൾക്കാർക്ക് പറഞ്ഞുതരാം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഓഫീസിലോ പോയി കഴിയുമ്പോൾ നമ്മളെ വീട്ടിലെ സ്വാതന്ത്ര്യം ഓരോടത്തും കിട്ടില്ല. നമ്മളെ ബന്ധുക്കളെ വീട്ടിൽ കിട്ടില്ല, നമ്മളൊരു ഓഫീസിൽ കിട്ടില്ല, ഓരോടത്തും കിട്ടത്തില്ല. അപ്പം ആ ഒരു കുട്ടികൾക്കറിയാം നമ്മളെ വീട്ടിൽ എന്ത് വേണം നമുക്ക് ചെയ്യാം, ഇവിടെ വേണോ ഓടി കളിക്കാം, എന്ത് വേണോ ചാടി മറിയാം, ഒരു കുഴപ്പമില്ല. നമ്മളെ വീട്ടിൽ അപ്പോൾ അച്ഛനമ്മ ചിലപ്പോൾ വഴക്ക് കുറയായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അവർ നല്ല ഒരു ഹസ്ബൻഡ് വൈഫാണെങ്കിൽ അവിടെ പോയതിനു ശേഷം നമ്മളെ വീട്ടിൽ നമുക്ക് എന്ത് വേണം ചെയ്യാം, നമുക്ക് ഫുഡ് എവിടെ വേണം എടുത്ത് കഴിക്കാം, നമുക്ക് എത്ര വേണം കോരി തിന്നാം. പക്ഷെ നമ്മൾ മറ്റുള്ള വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആരും ചെയ്യില്ല. അപ്പം നമ്മളെ വീട്ടിൽ ആ ഫ്രീഡം മറ്റുള്ളവർക്ക് പോകും. അതാണ് ആഫ്രിക്കയിൽ അവിടെ ആ ഒരു പേടിക്കുന്ന കാര്യം. കാരണം ആ ഒരു വീട്ടിൽ ബ്രീഡായി വളർന്നു വന്ന ആ ഒരു കൊച്ചുങ്ങളായാലും എന്തായാലും ആ ഒരു പേരൻസ് ആയാലും അവർക്ക് അവരുടെ വീട് സ്വന്തം വീടാണ്, അവർക്ക് എന്ത് വേണം ചെയ്യാൻ, ഒരു കുഴപ്പമില്ല. പക്ഷെ വേറൊരു വീട്ടിൽ പോകുമ്പം അവർക്കൊരു പേടിയും അവരെ ഒതുങ്ങി ആ മൈൻഡിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ബ്രീഡിംഗ് ബേർ വാങ്ങിക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ ആ ഒരു വീട്ടിൽ ആ ഒരു പേടിയായിരിക്കും. നമ്മളെ വീട്ടിൽ അവരെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ബേഴ്സിന് ആ ഒരു പേടിയുണ്ട്. അതാണ് നമ്മൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, പറക്കുന്നത്. അപ്പം അത് നമുക്ക് ആ ഒരു ബ്രീഡിംഗ് ബെയർ എന്ന് പറഞ്ഞാൽ സിംറ്റംസ് പറ്റില്ല. പക്ഷേ നമ്മൾ ആ ഒരു പകരം ഒരു കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടാലും ആ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ശരിയാവും. പക്ഷേ ഇത് ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് അവർ ആ പേടിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ അത് എങ്ങനെ കെയർ ചെയ്ത് ഞാൻ ശരിയാക്കിയത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനുശേഷം ആ ഒരു ബേഡിനെ ഏകദേശം കൊണ്ടുവന്നിട്ട് ഏകദേശം കുറച്ചധികം മാസമായി എന്ന് പറയുമ്പോൾ ആ ഒരു ബേഡ് അടുത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട 2 ബ്രീഡിങ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ആ ഒരു ബേഡ് ഇപ്പോഴും ബ്രീഡായിട്ടില്ല. എങ്കിലും ആ ഒരു ബേഡ് ടെൻഷൻ വന്നിട്ട് ആ ബേഡിൻ്റെ ഫെദർ പ്ലക്ക് ചെയ്തിട്ടുണ്ട്. ചില ബേഡുകൾ ബ്രീഡിങ്ങിന് ഫെദർ പ്ലക്ക് ചെയ്യും, ടെൻഷൻ വരെ പ്ലക്ക് ചെയ്യും. അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം, പിന്നെ വരും വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം ആ ഒരു ബേഡ് ഫെദർ പ്ലക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല, ഫെദറെല്ലാം മുളച്ചു വന്നു. അപ്പോൾ ഒരു പേടി എല്ലാം ഒരുവിധം മാറ്റമുണ്ട്. കാരണം ഞാൻ ഡെയിലി ഫുഡ് വെച്ച് കൊടുത്ത് ഞാൻ അവരെ അടുത്തൊക്കെ പോയിരിക്കുമ്പോൾ ഫുഡ് വെച്ച് കൊടുത്തിട്ട് അവരടുത്ത് പോയി നിൽക്കും. അവർ സൈകായിട്ട് വിശന്ന് വരുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് അവർക്ക് വേറെ ടെൻഡൻസി ആ ഒരു പേടിയെല്ലാം മാറി ഇപ്പം ഒരുവിധം എന്ന് വെച്ചാൽ ഒരു 70% പേടിയില്ലാത്ത രീതിയിലായിട്ടുണ്ട്. എന്നാലും 30% പേടിയുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ബേഡിനെ ഞാൻ കെയർ എടുത്തതാണ്. അപ്പം ആ ബേഡ് ഇനി എത്ര മാസം കഴിഞ്ഞ് ബ്രീഡാവുമെന്ന് ഒരു ഉറപ്പില്ല. അപ്പം ബ്രീഡിംഗ് ബെയർ എന്ന് പറഞ്ഞ് തരുന്ന ആൾക്കാർ നമ്മൾ 5 കുഞ്ഞുങ്ങൾ 6 കുഞ്ഞുങ്ങൾ ഇറക്കുന്ന ആൾക്കാരെ വീട്ടിൽ പോയി നമ്മൾ ബ്രീഡിംഗ് ബെയർ എടുത്താലുള്ള ദോഷം ഇതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ബേഡുകളും ഇതല്ല, എങ്കിലും ഒരു 90% ബേഡുകൾ ഇതേമാതിരി സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഇത്ര പേടി ഞാൻ കാണിക്കുന്നുണ്ട്. കാര്യം അവർ വളർന്ന കൂട് ചിലപ്പം 10 അടിയിൽ വലിയ കൂടായിരിക്കാം, നമ്മൾ കൊണ്ടിടുമ്പോഴത്തേക്ക് 2.5 അടി ചെറിയ കൂടായിരിക്കാം. അപ്പോൾ അത്ര വ്യത്യാസമുണ്ട് അവർക്ക് പടക്കാനും. ആ ഒരു നേച്ചർ അവരെ പോവും, ബ്രീഡിങ് മാറും. പിന്നെ അവർ അഡൽറ്റായി ചിലപ്പം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 6 മാസമായിട്ട് ബ്രീഡാവുന്ന ബേഡുണ്ട്, 10 മാസം ബ്രീഡാകുമ്പോൾ കൊണ്ടുപോയ ഉടനെ ബ്രീഡാവുന്നുണ്ട്. അപ്പം അത് ഓരോരോ ബ്രീഡറിൻ്റെ ഗ്യാരണ്ടിയാണ്. ചിലപ്പം ആ ബ്രീഡ് ഗ്യാരണ്ടി പറഞ്ഞ കാര്യമില്ല. ആ ഒരു ബേഡിന് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല വേറെ ചിന്തിക്കുന്ന പോലെ അങ്ങനെയല്ല. അപ്പോൾ ഓരോരുത്തർ ചിന്ത വേറെയാണ്. അപ്പോൾ ആ ഒരു ബേഡ് ആ ഒരു പേടിച്ച് ആ ഒരു ഇതെല്ലാം മാറിയതിന് ശേഷം മാത്രമേ അത് ബ്രീഡാവുള്ളൂ. അവർക്ക് ആ ഒരു ബ്രീഡിങ് എൻ്റെ വീടാണ്, എൻ്റെ വേറെ കുഴപ്പമില്ല, എന്നെ ആരും ശല്യപ്പെടുത്തുക പറഞ്ഞാൽ. അപ്പോൾ കുറേ ആൾക്കാർ ബ്രീഡിംഗ് ബെയർ വാങ്ങിച്ചതിന് ശേഷം ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ബ്രീഡിംഗ് ബെയർ വാങ്ങിക്കണമെന്ന കാരണം എന്തെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ബ്രീഡിംഗ് ബെയർ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ പേടിയായിരിക്കാം, അവർ ബ്രീഡാവാൻ പാടായിരിക്കാം, കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ബ്രീഡിംഗ് ബെയർ വാങ്ങിക്കാതെ നിങ്ങളൊരു അഡൽറ്റ് ബേഡ് വാങ്ങിച്ചതിന് ശേഷം അതിനെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് വീട്ടിലിട്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത്, അപ്പം ആദ്യം ചെയ്യുക, നിങ്ങളുടെ തുറക്കാരൊക്കെ ആണെങ്കിൽ 2 പച്ചക്കിളി, പീച്ചിലാണെങ്കിൽ കണ്ണ് റിങ്ങില്ലാത്താണെങ്കിൽ 2 പച്ചക്കിളി വാങ്ങിക്കുക, കണ്ണ് റിങ്ങുള്ളതാണെങ്കിൽ 2 ഫിഷറിനെ വാങ്ങിക്കുക. എന്ന് പറഞ്ഞാൽ ചുണ്ട് ചുവപ്പുള്ള പച്ചക്കിളിയെ വാങ്ങിക്കുക, കണ്ണ് റിങ്ങുള്ള. അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷം അത് കൺഫേം മെയിൽ ഫീമെയിലായിട്ട് നോക്കിയതിന് ശേഷം DNA ഞാൻ കുറേ ദിവസം പറഞ്ഞുകൊണ്ട് DNA കാർഡ് 100% വിശ്വസിച്ച് എടുക്കാൻ പറ്റില്ല. ഒരു 90% നമുക്ക് വിശ്വസിക്കാം. എങ്കിലും നമ്മൾ ഒരു ഇതിൽ
മെയിൽ ഫീമെയിൽ എന്ന് മാറ്റിയിട്ടിട്ട് ഒരു ഒരു 4-5 മാസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബോക്സ് വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റേജ് മാത്രം വാങ്ങിക്കുക. കുഞ്ഞു കിളികളെ തീരെ കുഞ്ഞുങ്ങൾ കിളികളെ വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം പൈസ ഉള്ളവരാണ് എങ്കിലുണ്ടെങ്കിൽ ഒരു 5-10 കിളികളെ ഒരുമിച്ച് വാങ്ങിച്ചതിന് ശേഷം അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് വളർത്തുക. ഓക്കെ, എന്നുവെച്ചാൽ ഒരു 3-4 മാസമായ കുഞ്ഞിനെ വാങ്ങിച്ച് ഒറ്റയ്ക്ക് എന്നുവെച്ചാൽ ഫിഷറാണെങ്കിൽ പച്ചക്കിളിയെ ചുണ്ട് ചുവപ്പുള്ള കിളിയാണ് ചുണ്ട് ചുവപ്പുള്ള കിളി, ചുണ്ട് ചുവപ്പില്ലാത്ത കിളിയാണ് ചുണ്ട് ചുവപ്പില്ലാത്ത കിളി. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ഫിഷറാണ് പീച്ചാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ആ കിളിയെ വളർത്തുക. ഓക്കെ, അപ്പം അതിനെ ഒരു കൂടുതലിട്ട് അത് നാച്ചുറൽ പെയറിങ് ചെയ്ത് വളർത്തുക. അപ്പോൾ DNA ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളിഷ്ടം, ഓരോരുത്തർ ഓരോ രീതിയിൽ വളർത്തുക. അപ്പം തുടക്കക്കാർ പറ്റിക്കപ്പെടല്ലേ. ബ്രീഡിങ് പെയർന്ന് എടുക്കുന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാലും ബ്രീഡ് ആവണമെന്ന് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചതിന് ശേഷം ചിലപ്പം ബ്രീഡാവാതിരിക്കാം. അതുകൊണ്ട് 100% ബ്രീഡാവാനുള്ള ടെൻഡൻസി മാറും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ ഉള്ള ഒരു ബോണ്ടിങ്, ആ ഒരു പേടി മാറും. അതുകൊണ്ട് നിങ്ങൾ ബ്രീഡിംഗ് പെയർ വാങ്ങിക്കരുത്. ഇനി ബ്രീഡിംഗ് പെയർ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യം, നമ്മൾ ഇതേമാതിരി ഓപ്പൺ സ്ഥലങ്ങളിലായിരിക്കും വയ്ക്കുന്നത്, ഷെയ്ഡിൻ്റെ അടിയിലായിരിക്കും വയ്ക്കുന്നത്. അതായത് ഇവിടെ ഒരു ബ്രീഡിംഗ് കേജ് വച്ചതിന് ശേഷം നമ്മൾ ബ്രീഡിംഗ് പെയറിന് ഇടാണ്. തൊട്ടപ്പുറത്ത് വണ്ടികൾ റോഡ് പോകുന്നതാണ്. അപ്പോൾ ആ റോഡ് പോകുമ്പോൾ വണ്ടിയുടെ സൗണ്ടായിട്ട് ബേഡ് ബ്രീഡാകുമ്പോൾ പേടിയായിരിക്കും. ആൾറെഡി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് വരുമ്പോൾ ആ ബേഡ് പേടിച്ചാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ആ ബേഡ് പേടി കൂടും. അടുത്തായിട്ട് വന്നിട്ട് ഇവിടെ ഈ ഒരു കേജിൻ്റെ തൊട്ട് താഴെ പട്ടികളിടും. ഒരു കോഴിക്കൂടായിരിക്കും. അപ്പോൾ ആ ഒരു ബേഡിൻ്റെ വീണ്ടും സൗണ്ട് മാറണം. കാര്യം ഏതാ ഒരു സ്ഥലത്ത് എൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ആ ഒരു ബേഡ് നമ്മുടെ വീട്ടിൽ പട്ടി ഉണ്ടെങ്കിലും നമ്മൾ കേജ് ബാക്കിലും പട്ടി ഒരു സൈഡിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല, ആ ഒരു പേടി. പെട്ടെന്നൊന്നും ബേഡുകൾ വരില്ല, എങ്കിലും ബേഡുകൾ വരും. ഓക്കെ, ആ ബേഡിന് പെട്ടെന്നൊന്നും പേടി വരില്ലെങ്കിലും ആ ഒരു ബേഡിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒഴിഞ്ഞ സ്ഥലത്ത് വയ്ക്കുക, നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്യാതെ. എങ്കിലും ആ ബേഡ് ബ്രീഡാവുള്ളൂ. വലിയ വെയിലും ഭയങ്കര രീതിയിൽ വെയിലടിക്കൽ, ഭയങ്കര രീതിയിൽ എന്നാൽ ഇരുട്ടും ആവല്. ഒരുവിധം വെയിലും ആ വെട്ടും വെളിച്ചമൊക്കെ കറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ എടുക്കാം. ഓക്കെ, അതിനുശേഷം കിളികളെ ആ ഒരു ബേഡുകൾ നമ്മൾ സമയം കണ്ടെത്തുക. ചില ബ്രീഡിംഗ് പെയർ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ബ്രീഡാവുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. കുറേ പേര്, ഞാൻ കുറേ ആൾക്കാരെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ ബ്രീഡാവുന്നുണ്ട്. അവർ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ഒരു ബ്രീഡിംഗ് പെയർ വാങ്ങിച്ചു വന്ന് കുഞ്ഞുങ്ങളെ ഇറക്കിയതിന് ശേഷം അതിൻ്റെ അച്ഛനും അമ്മയും ഡെഡായി പോയി, അഥവാ ഡെഡായ എന്നല്ലെങ്കിൽ എഗ് ബൈൻഡിങ്ങോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും കുറേ അസുഖം കാണില്ല. ഡെഡായി പോയി കഴിഞ്ഞാൽ ആ ഒരു ബേഡിനെ നമ്മൾ ദൂരെ പറമ്പിലോട്ട് വലിച്ചെറിയുന്നതാണ് പറഞ്ഞതും കേട്ടിട്ടുണ്ട്. ഇഷ്ടംമാര് പേര് അന്ന് വരെ ആ ഒരു ബേഡ് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് അവരെടുത്ത് വലിച്ചെറിഞ്ഞ് കളയാണ്. അപ്പം എന്തായാലും നമ്മളെ മാതാപിതാക്കളെ പോലെ തന്നെ വയസ്സാകുമ്പോഴത്തേക്ക് നമ്മളെ മാതാപിതാക്കന്മാരെ ഏകദേശവും ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ അവർ ഓരോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും മോഷണോ കാര്യങ്ങളോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ നോക്കണ്ട. അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ മാറ്റി പെട്ടെന്ന് അവരെ വലിച്ചെറിയുന്നതുകൊണ്ട് ഇപ്പോൾ കിളികളെ അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംമാരെ ആൾക്കാർ ഞാൻ കണ്ടുകൊണ്ട് എൻ്റെ ലൈവിൽ വെച്ച് തന്നെ ഇഷ്ടംമാരെ ആൾക്കാർ ഞാൻ വീട്ടിൽ പോയപ്പോൾ ചെയ്യുന്നുണ്ട്. ബേഡുകൾ ഡെഡായി കഴിഞ്ഞാൽ ഒറ്റയറി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മനസാക്ഷി തൊട്ട് പറയാം, ആ ബേഡ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ വരെ ഡെഡായി പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു കുഴി പിക്കാസ് വെച്ചൊരു കുഴി എടുത്ത് അതിൽ ഞാൻ അടക്കും. ഓക്കെ, അപ്പം ഞാൻ അതിനെ വലിച്ചെറിയാൻ എനിക്കില്ല. കാര്യം നമുക്കൊരു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാലും അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ആർക്കും ഉണ്ടാവില്ലെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരും വലിച്ചെറിയത്തില്ല. നമ്മൾ അഥവാ അവരെ നല്ലൊരു നമുക്ക് മാക്സിമം അവർക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ